ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഗുരുവിൻ്റെ ആത്മോപദേശ ശതകത്തിൽ ഗുരു പറയാൻ ശ്രമിക്കുന്നത് നമ്മുടെ സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളെ അറിവ് ഉപയോഗിച്ച് എങ്ങനെ അതിജീവിക്കാം. നമ്മളുടെ ഭൗതികമായിട്ടുള്ള വിദ്യാഭ്യാസ തലം ഇതിനെ കൂടുതൽ സങ്കീർണമാക്കുന്നതാണ്. അതുകൊണ്ട് എങ്ങനെ നമ്മൾക്ക് ശാസ്ത്രീയമായി ഇതിനെ ഓവർകം ചെയ്യാം എന്നുള്ളതാണ് ഓരോ ശ്ലോകങ്ങളിലൂടെയും ഗുരു പറയാൻ ശ്രമിക്കുന്നത്. കാരണം ഇതത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. കാരണം മനസ്സ് അത്രമാത്രം സങ്കീർണമാണ്. അത് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെ നമുക്ക് തിരിച്ചറിഞ്ഞ് മാറ്റേണ്ടതിന് മാറ്റിയാൽ മാത്രമേ യഥാർത്ഥ പ്രശ്നങ്ങളെ നമുക്ക് മനസ്സിലാക്കി അതിജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ 38-ാമത്തെ ശ്ലോകത്തിൽ ഗുരു പറയുകയാണ്, പലവിധമായി അറിയുന്നതന്യ ഒന്നായി വിലസുവതാം സമ എന്ന് മേലിലോതും നിലയെ അറിഞ്ഞ് നിവർന്ന് സാമ്യമേലും കലയിലലിഞ്ഞ് കലർന്നിരുന്നിടണം. അപ്പോൾ ഇവിടെ ഗുരു സൂചിപ്പിക്കുകയാണ്, പല വിധമായിട്ട് അറിയുന്നതൊക്കെ അന്യാണ്. അപ്പോൾ പലതിനെയും ഒന്നായി അറിയുന്നത് അത് അവിടെ സമയമായിട്ട് വരികയാണ്. അപ്പോൾ അന്യമായിട്ട് അറിയുന്നത് നമ്മുടെ മനസ്സിനെ വീണ്ടും വിക്ഷുബ്ധമാക്കുകയാണ്. ഒന്നായിട്ട് അറിയുന്നത് സമമായിട്ട് ഭഗവത്ഗീതയിലൊക്കെ അത് സൂചിപ്പിക്കുന്നുണ്ട്. സമത്വം യോഗ ഉച്യതേ. മനസ്സിൻ്റെ ഒരു ബാലൻസ്, സമനില. അപ്പോൾ ആ സമനിലയിലേക്ക് നമുക്ക് മനസ്സിനെ നിയന്ത്രിക്കുവാനായിട്ട് കൊണ്ടുവരുവാനായിട്ട് അവർ ഉപയോഗിക്കുന്ന മഹർഷിമാർ കണ്ടെത്തിയിട്ടുള്ളത് ധ്യാനം ഒരു പ്രധാന ഘടകമാണ്. അപ്പോൾ ധ്യാനം എന്ന് പറയുമ്പോൾ അത് ഏതെങ്കിലും രൂപത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഉള്ളത് അല്ല. ആദ്യത്തെ പടിയെന്നുള്ള നിലയ്ക്ക് നമ്മൾ ആ രൂപത്തിൽ ഏകീകരിക്കുന്നുണ്ടോ മനസ്സിനെ. പക്ഷെ ശരിയായിട്ടുള്ള ധ്യാനം എന്ന് പറയുന്നത് ഇതിനെ തരംതിരിച്ച് മനസ്സിനെ ഒരു ബാലൻസിൽ നിർത്തുക. തെറ്റും ശരിയും, നമ്മുടെ ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞാൽ തെറ്റും ശരിയും ഏതെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ ആ മനസ്സ് അവിടെ സമയിലാണ്. അങ്ങനെ സമമായിട്ട് ഒന്നിലും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ ആ ഒരു ബാലൻസിൽ കൊണ്ടുപോകുമ്പോൾ അത് സമയമായിട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. പക്ഷെ അങ്ങനൊരു സമയിലേക്ക്, ഒരു ബാലൻസ് ഓഫ് സ്റ്റേറ്റിലേക്ക് നമ്മൾക്ക് നമ്മുടെ ആധുനികമായിട്ടുള്ള വിദ്യാഭ്യാസം കൊണ്ട് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, കൊണ്ടുവരാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പലതിനും പല പ്രലോഭനങ്ങൾക്കും അടിമകളായിട്ട് മാറുന്നു. അത് വിദ്യാഭ്യാസത്തിൻ്റെ തെറ്റായിട്ടല്ല. വിദ്യാഭ്യാസം നമ്മൾക്ക് നൽകുന്നത് ഒരു ജോലിയും ആ ജോലിയിൽ നിന്നുള്ള പണവുമാണ്. ആ തലത്തിൽ അത് ശരിയാണ്. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ പണവും മറ്റ് എല്ലാം ഉണ്ടായി കഴിയുമ്പോഴും അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സുഖം, ശാന്തി, സമാധാനം എന്തുകൊണ്ട് നമുക്ക് നിലനിർത്തി പോകാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു ഇംബാലൻസിലേക്ക് പോകുമ്പോഴാണ് സ്വാഭാവികമായിട്ട് മയക്കുമരുന്നിലേക്കും മറ്റുള്ളതിലേക്കും അവൻ തിരിയുന്നത്. അപ്പോൾ അവിടെ അങ്ങനെ മനസ്സിന് ഏതോ ഒരു ആവശ്യകത, അവൻ എന്തിനെയോ തേടുന്നു. അത് കൊടുക്കുവാനായിട്ട് മാതാപിതാക്കൾക്ക് പറ്റുന്നില്ല, സുഹൃത്തുക്കൾക്ക് പറ്റുന്നില്ല, മറ്റ് മത നേതാക്കന്മാർക്ക് പറ്റുന്നില്ല. അപ്പോഴാണ് അവർ
ഇങ്ങനെ ഒരു ബാഹ്യമായിട്ടുള്ളൊരു വസ്തുവിനെ അവർ ആശ്രയിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ ഉള്ള ഒരു തലത്തിലേക്ക് പോകാതെ എങ്ങനെ നമ്മൾക്ക് ഒരു കലയിൽ അലിഞ്ഞ് അതിൽ ഇരിക്കാനായിട്ട് നമുക്ക് സാധിക്കും. കല ഇതിൻ്റെ ഒരു ലയാവസ്ഥയാണ്. നമ്മൾ സാധാരണ അറിയപ്പെടുന്ന ഒരു കലയല്ല. ഇത് രണ്ടിനെയും തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ യോജിപ്പിച്ചുകൊണ്ട് മനസ്സിനെ നിലനിർത്തുന്ന ഒരു വിദ്യയാണ്. അപ്പോൾ ഇവിടെ എല്ലാം ഗുരു നമ്മളോട് സൂചിപ്പിക്കുന്നത് കൃത്യമായിട്ടുള്ള വിവേകം, തിരിച്ചറിവ്. വിവേകം എല്ലാവർക്കും ഉണ്ട്, പക്ഷേ തിരിച്ചറിവ് അതിൻ്റെ അഭാവം നമ്മുടെ മാതാപിതാക്കൾക്ക്, അതേപോലെ മാതാപിതാക്കൾ അത് കുഞ്ഞുങ്ങളിലേക്ക്, അതേപോലെ അധ്യാപകർ അവരുടെ വിദ്യാർത്ഥികളിലേക്ക് ഒക്കെ പകർന്ന് കൊടുക്കേണ്ടത്, മാതൃകാപരമായിട്ട് കൊടുക്കേണ്ടതാണ്. അങ്ങനെ കൊടുക്കണമെങ്കിൽ ഈ രീതിയിലുള്ള ഒരു വ്യക്തമായിട്ടുള്ള തിരിച്ചറിവ് ഇവർക്കുണ്ടായിരിക്കണം. അപ്പോൾ ഏത് തലത്തിലും അതുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന ശാന്തിയും സമാധാനവും പുലരുകയുള്ളൂ. അപ്പം അങ്ങനെ നമുക്കതിനെ ഉപയോഗപ്പെടുത്താൻ സാധിച്ചാൽ വളരെ നല്ല കാര്യമാണ്. നമ്മൾ എല്ലാവരും കഷ്ടപ്പെടുന്നത് ഇതിനു വേണ്ടിയാണ് എന്നുള്ള തിരിച്ചറിവും നമുക്കുണ്ടാകേണ്ടിയിരിക്കും. അതിന് സാധിക്കട്ടെ. ഏവർക്കും നമസ്കാരം.